എൻ്റെ അരികിലേക്ക് നിൽക്കുന്ന അതായത് എൻ്റെ പരിസരത്ത് നിൽക്കുന്ന അദ്ദേഹത്തിനെ കുറച്ച് മുന്നോട്ട് മാറ്റാൻ ശ്രമിക്കുന്ന വല്ല വിഷ്വലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ വെച്ച് അനുഭവപ്പെട്ടത് അവിടെ നിന്ന് ജയരാജനെ ശ്രീമതി ടീച്ചർ മുന്നോട്ടേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. താങ്കൾ 3 തവണ ഇപിയെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, തീയതി അടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇപി പറയുന്നത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കോട്ടയത്ത് അവിടെ ഒരു കസേരയുടെ മൂലയ്ക്ക് ഇരിക്കുന്നത് കണ്ടത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അദ്ദേഹം നിഷേധിക്കുകയാണ്. കസേരയുടെ മൂലയ്ക്കലാണോ ഇരുന്നത്, എവിടെയാണ് ഇരുന്നതെന്നതിനെ കുറിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെ കയ്യിൽ അതിൻ്റെ രേഖകളൊക്കെ ഉണ്ടാവും. അതൊന്നും കൂടി സ്ക്രീൻ ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ അരികിലേക്ക് നിൽക്കുന്ന അതായത് എൻ്റെ പരിസരത്ത് നിൽക്കുന്ന അദ്ദേഹത്തിനെ കുറച്ച് മുന്നോട്ട് മാറ്റാൻ ശ്രമിക്കുന്ന വല്ല വിഷ്വലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ വെച്ച് അനുഭവപ്പെട്ടത് അവിടെ നിന്ന് ജയരാജനെ ശ്രീമതി ടീച്ചർ മുന്നോട്ടേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം കൂടുതൽ ശോഭയുടെ അടുത്ത് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അതൊന്നും ഒരു വിഷയമേ അല്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 3 തവണ ശ്രീമാൻ ഇ.പി. ജയരാജനുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തി. ഞാൻ കൂടിക്കാഴ്ച നടത്തി എന്ന് ഞാൻ പറയുകയും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് ശ്രീമാൻ ഇ.പി. ജയരാജൻ പറയുകയും എന്നാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനെ കൃത്യമായി ശ്രീമാൻ ജയരാജൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാപി എന്ന് വിളിച്ച, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് വിളിച്ച, ഫ്രോഡ് എന്ന് വിളിച്ച, ഗോവിന്ദൻ മാഷും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഫ്രോഡ് എന്ന് പറഞ്ഞ അതേ നന്ദകുമാറിനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ ശ്രീമാൻ ഇ.പി. ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ നോക്കിക്കണ്ടതാണ്. അപ്പോൾ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തോട് ഉള്ളതിനേക്കാൾ അഭേദ്യമായ ബന്ധം എന്തടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിയുമായിട്ടുള്ളത് എന്ന് ഞാനല്ല വിശദീകരിക്കേണ്ടത്, അത് ജയരാജനാണ് വിശദീകരിക്കേണ്ടത്. ഇ.പി. ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു ശോഭാ സുരേന്ദ്രനെതിരായിട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഗോവിന്ദൻ മാഷും പിണറായി വിജയനും തള്ളിപ്പറഞ്ഞ നന്ദകുമാറിനെതിരെ കേസ് വേണ്ട എന്നുള്ള തീരുമാനം ഇ.പി. ജയരാജൻ എടുത്തത് എന്നതും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എനിക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മാധ്യമങ്ങളിലൂടെ പറയുകയും പിന്നീട് അത് തിരുത്തി പറയുകയും ചെയ്യേണ്ട ഒരവസരം എൻ്റെ ഈ പൊതുജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വിഷയത്തിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. ഒരു ക്ലാരിഫിക്കേഷൻ അത്യാവശ്യം. ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്നൊരു കാര്യം, ഈ ഇ.പി. ജയരാജൻ ഏതോ ഒരു ഫോൺ കോൾ വന്നതിന് ശേഷമാണ് അദ്ദേഹം വളരെ പേടിച്ച് വിറച്ച് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ശ്രമിച്ചത്. ആ ഫോൺ കോൾ ശരിക്കും അത് ആരുടെയായി? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കരുനീക്കം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ ശ്രീമാൻ ജയരാജൻ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം അതിൽ വളരെയധികം ദുഃഖിതനായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്മാറേണ്ടി വന്നതിൽ വലിയ ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ മുഖത്തും നേരിട്ട് കാണാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്ങനെ പിന്തിരിഞ്ഞു പോന്ന ഒരാൾ വീണ്ടും നമ്മളെ കാണാൻ ശ്രമിക്കുന്നു, കാണണമെന്ന് ആവശ്യപ്പെടുന്നു. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ഒരാളെയല്ല പിന്നീട്. പക്ഷേ എന്നാലും ഒരു പാർട്ടിയുടെ ഇത്തരം ഒരു പ്രവർത്തനം എത്തി, അതിൽ ഞാനും അദ്ദേഹവും 3 തവണ കണ്ടതിന് ശേഷവും വീണ്ടും എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാനത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണെന്ന് ഇത് സ്വയം ആർജിച്ച ചില നേതാക്കന്മാർ സ്വേച്ഛാധിപതികളെപ്പോലെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ടി.പി. ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളെ വെട്ടുവെട്ടി 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, പിഞ്ചു കുട്ടികളുടെ കൺമുന്നിലിട്ടുകൊണ്ട് ക്ലാസ് മുറിയിൽ ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കറി കൊലപ്പെടുത്തിയ ഒരു പ്രസ്ഥാനം, അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിക്കകത്തേക്ക് കടന്നു വരാൻ അത്രയും അസ്വസ്ഥതയുണ്ടായിട്ടായിരിക്കണം അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ടാകുക. ആ എടുത്ത തീരുമാനത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന രീതിയിൽ അദൃശ്യ ഘടകമായിട്ട് പ്രവർത്തിക്കാനൊക്കെ തൻ്റെ ഇടവും പ്രാപ്തിയുമൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായല്ലോ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് കൂടി അറിവുണ്ട് എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടത്. അല്ല, എനിക്ക് ദേശീയ തലത്തിൽ നിന്ന് വളരെ വളരെ കോൺഫിഡൻഷ്യലായിട്ട്
ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമാണ് കിട്ടിയത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അറിയാം. മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ 8ഓളം വരുന്ന സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു ഞാൻ. വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ ആളുകൾ വരുന്ന സമയത്തും ആ ദേശീയ ഓഫീസിനകത്തുമൊക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ പോയിരുന്നതും മുന്നോട്ട് പോരുന്നതുമൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യവുമാണ്. മാത്രവുമല്ല, ഇവിടെ തന്നെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രകാശ് ജാവേദ്കർജി പോലും ഈ കേരളത്തിൻ്റെ പ്രഭാരിയായി വരുന്നതിന് മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള അറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞതാണ്.